ചുരിദാറിൻ്റെ ടോപ്പാണ് ഇന്ന് കട്ട് ചെയ്യുന്നത്. എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്സാണ്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ ഞാൻ പറഞ്ഞു തരുന്നത് വീഡിയോയിൽ ഇടുന്നുണ്ട്, നിങ്ങളും മനസ്സിലാക്കുക കേട്ടോ. തുണിയെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടുണ്ട് കണ്ടോ, 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ലെന്തിൽ ഇങ്ങനെ എടുക്കുന്ന ലെന്ത്, ഇങ്ങനെ എടുക്കുന്ന വണ്ണം, അങ്ങനെ തുണിയെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം തുണി ആദ്യം ഇവിടെ നമുക്ക് ലെവലല്ലല്ലോ, തുണി ലെവൽ ചെയ്യണം. ആദ്യം നമുക്ക് ലെവൽ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ മടക്കി തയ്ക്കാനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഉണ്ടോ? മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കണം. എനിക്കിവിടെ വേണ്ടത് 47ആണ്. അടി മടക്കി തയ്ക്കാൻ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിവിടെ വേണ്ടത് 47 വേണം. പിന്നെ ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ 47. ഓക്കെ, മനസ്സിലായല്ലോ? അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ എത്ര കിട്ടിയേക്കുന്നതെന്ന് വെച്ചിട്ട് അതിൻ്റെ ഹാഫ് എടുക്കണം. ഷോൾഡർ വന്നേക്കുന്നത് 14.5ആണ്. 14.5യുടെ പകുതി 7.25 വരെ അല്ലേ? ആ 7.25 മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് താഴോട്ട് കൈക്കുഴി 7.25 മാർക്ക് ചെയ്യുക. മനസ്സിലായല്ലോ? എന്നിട്ട് ഈ ലൈൻ രണ്ടും കൂടെ അങ്ങ് യോജിപ്പിക്കുക. നമ്മുടെ ഇവിടെയും നമുക്ക് 7.25 ഉണ്ടോയെന്ന് ഉറപ്പിക്കണം. ഇവിടെയാണ് നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്താണ് ചെസ്റ്റ് ലൈൻ വന്നേക്കുന്നത്. ചെസ്റ്റ് വന്നേക്കുന്നത് 40ആണ്. 40ൻ്റെ 4 ഭാഗം വരുമ്പോൾ 10 വരും. ഓക്കെ, കണ്ടോ? ഈ കൈക്കുഴിയുടെ ഈ ഭാഗത്ത് ചെസ്റ്റ് വന്നേക്കുന്നത് 40ആണ്. 40ൻ്റെ 4 10. അവിടെ രണ്ടും കൂടെ നമുക്ക് ഇങ്ങനെ യോജിപ്പിക്കാം. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേസ്റ്റ് ഭാഗത്തെ ലെന്ത് നോക്കുക. വേസ്റ്റ് ഭാഗത്തെ ലെന്ത് 14.5ആണ് കേട്ടോ. ഈ കുട്ടിക്ക് പൊക്കം ഉണ്ടായതുകൊണ്ട് 14 എടുത്ത് 14 മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്കൊരു ലൈൻ ഇടാം. ടേപ്പ് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. നമുക്ക് അതിനായിട്ട് സ്ലിറ്റ് ഭാഗത്ത് നമ്മൾ ഓപ്പൺ വരുന്നല്ലേ, കട്ടിങ് വരത്തില്ലേ, ഇങ്ങനെ ഈ കട്ടിങ് വരുന്നിട്ടില്ല, അവിടുത്തെ ലെന്ത് നോക്കണം. നമ്മുടെ സ്ലിറ്റ് ലെന്ത് എന്ന് പറയും. എനിക്കത് അവിടെ വന്നപ്പോൾ 21.5. അപ്പം ഈ ഒരു 21.5 നമുക്ക് ഉണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 22 കേട്ടോ. കിട്ടിയ അളവ് 22. 21.5 1/2 ഇഞ്ച് കൂട്ടി 22. മനസ്സിലായോ? പിന്നെ വേസ്റ്റ് ഭാഗത്തെ ലെന്ത് 14.5, സ്ലിറ്റ് ഭാഗത്തെ ലെന്ത് 21.5ആണ്. 22 എടുത്ത്. ഇനി ഈ ഭാഗത്തെ എല്ലാം വണ്ണം കാണണം. നമ്മൾ ചെസ്റ്റ് ലൈൻ മനസ്സിലാക്കിയല്ലോ. ചെസ്റ്റ് 40ആണ്. 40ൻ്റെ 4 10. അത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ഭാഗത്തെ വേസ്റ്റ് ഭാഗത്തെ വണ്ണം വന്നേക്കുന്നത് 37ആണ്. 37ൻ്റെ 4 10.25 വരും. 9.25 വരും. വേസ്റ്റ് ഭാഗത്തെ വണ്ണം 37ആണ്. 37ൻ്റെ 4 ഭാഗം 9.25. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? 37ആണ് വേസ്റ്റ് ഭാഗത്തെ വണ്ണം. അത് വയറിൻ്റെ ഒതുകിയ ഭാഗത്ത് നമ്മൾ 14 എടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ ഒതുകിയ ഭാഗത്ത് 37. 37ൻ്റെ 4 9.25 വരും. ഇനി നമുക്ക് എന്താ വേണ്ടേ? പിന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഉറക്കെ പറഞ്ഞോ, സ്ലിറ്റ് ഭാഗത്തെ ഇറക്കത്തിൻ്റെ അടുത്തെ വണ്ണം. ഓക്കെ, 43ആണ്. 43ൻ്റെ 4 10.25 വരെ അല്ലേ? കണ്ടോ? ഈ 10.25 ഇവിടെ മാർക്ക് ചെയ്ത്. ഇനി നമുക്ക് എന്താ വേണ്ടേ? കൈ കുഴിച്ചു വെട്ടാം. ഈ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ ആം ഹോൾ കർവ് വെച്ച് മാർക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈക്കുഴി നമ്മൾ എടുത്തിട്ടില്ലേ, ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതിൻ്റെ പകുതിയാക്കണം. 7.25ൻ്റെ പകുതി എത്ര വരും? 3.5 ഒരു പോയിൻ്റ് വരും അല്ലേ? ആ 3.5
ഒരു പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു 1.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കൈ കുഴിച്ചു വെട്ടണം. ഇനി നമുക്ക് ഇവിടെ എന്താ വേണ്ടേ പറഞ്ഞോ? ഇവിടെ എന്താ വേണ്ടേ? തയ്യൽ തുമ്പ്. ഇവിടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. മനസ്സിലായല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്താ വേണ്ടേ? തയ്യൽ തുമ്പ്. ഇവിടേക്ക് 1.25 ഇട്ടാൽ മതി. ഇവിടെ 1.5 കൊടുത്തു. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് തയ്യൽ തുമ്പ് കണ്ടാൽ ആ ഷേപ്പ് വരത്തില്ല. ഇവിടെയൊക്കെ ഒരു 1.25. പിന്നെ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്ന പിള്ളേർക്കാണെങ്കിൽ കുട്ടികൾക്ക് 1.5 ഇടാം കേട്ടോ. അല്ലെങ്കിൽ നല്ല തയ്ച്ച് നല്ല ഉള്ളവർക്ക് 1.25 ഇട്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്ലിറ്റ് ഭാഗത്ത് വണ്ണം വന്നേക്കുന്ന 10.25 4-1 ഭാഗം. അവിടെ നമുക്ക് 1 ഇഞ്ച് ഇടാവും കേട്ടോ. നമുക്ക് ആ അടിഭാഗം മടക്കി തയ്ക്കാൻ അവിടെ അല്ലെങ്കിൽ കൂടി ഇരുന്ന് നമുക്ക് മടക്കി തയ്ക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവിടെ നമുക്ക് അന്നേരം എന്താണ് ഇതെടുത്തതിന് ശേഷം 10.25 വരുമ്പോൾ 12.25 വരും. 1 ഇഞ്ച് കൂടെ വരുമ്പോൾ അല്ലേ? 11.25 വരും അല്ലേ? ഓക്കെ. 11.25 1 ഇഞ്ചേ കൂട്ടാവും. അല്ലെങ്കിൽ ആ 11.25 എന്നായാലും മതി. ഈ വണ്ണം തന്നെ ഇവിടെ എടുത്താലും മതി. അല്ലെങ്കിൽ 1 ഇഞ്ച് കൂടെ കൂട്ടിയാൽ മതി. ഒരുപാട് വീതി നേരത്തേക്കുള്ള തയ്ക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് പോകരുത്. പക്ഷെ ഇവിടുന്ന് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടാവും കേട്ടോ. നമുക്കിത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. നമുക്ക് ഈ ലൈൻ ജോയിൻ ചെയ്യാം. കണ്ടോ? ഇനി നമുക്ക് മനസ്സിലായോ? അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് വേണ്ടത് ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തുക. ഇത് തയ്യൽ തുമ്പായിട്ടേക്ക്. ഇവിടുന്ന് നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് സ്റ്റിച്ചിങ് ഭാഗത്ത്. മനസ്സിലായല്ലോ? നീതു കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്യാം. നീ അടുത്ത പ്രാവശ്യം നിങ്ങൾ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. സ്ലിറ്റ് വണ്ണം 10.25 നമ്മൾ മാർക്ക് ചെയ്തില്ലേ? അവിടെ തയ്യൽ തുമ്പില്ലേ? അവിടെ കൊണ്ടുവന്ന് ഇതേപോലെ നിർത്തുക. ഉണ്ടോ? ഇവിടെ ഇത്ര 1 ഇഞ്ചേ ആവാവും കേട്ടോ. ഇതേപോലെ കുഴിച്ചു വിട്ട് ഇവിടെ ഒരു ഇച്ചിരി 1/2 ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി ഇറക്കണം കേട്ടോ. മനസ്സിലായല്ലോ? കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നേരെ ഞങ്ങൾക്ക് അത്രയും കൊണ്ടുപോകാതെ ഇച്ചിരി ഒന്ന് ചരിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് കണ്ടോ? ഇനി നമുക്ക് ഓരോ ഭാഗത്തെയും മാർക്ക് ചെയ്യണം. വേസ്റ്റ് ഭാഗത്തെ, ഹിപ്പ് ഭാഗത്തെ. എന്നിട്ട് ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കുഴിച്ചു വെട്ട് കേട്ടോ. ഭാഗം നമുക്ക് 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടണം. 4ആയിട്ട് മടക്കിക്കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒന്നിച്ചെടുക്കുമല്ലേ? നമുക്ക് ഈ ഒരു പീസിനെ ഇങ്ങോട്ട് മാറ്റാം. ഈ 2 പീസിൽ മാത്രം 1/2 ഇഞ്ച് ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടണം. ഈ ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടില്ല എന്നുണ്ടെങ്കിൽ കൈക്കുഴിയുടെ ഭാഗം ചുളുക്ക് വരും. ഓക്കെ. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചെടുത്തിട്ട് 1/2 ഇഞ്ച് നമുക്ക് ഈ ഭാഗത്താണ് വേണ്ടത്. ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞ് വയ്ക്കണം കേട്ടോ. ഈ 2 പീസിൽ മാത്രം 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുക കേട്ടോ. മനസ്സിലായല്ലോ? ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറഞ്ഞ് വരും. അതേപോലെ നിൽക്കും കണ്ടോ. എൻ്റെ ഇത്രയും നമുക്ക് കളഞ്ഞാൽ മതി. ഇത് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒരു കട്ട് കൊടുക്കുക കണ്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ലൈനിങ് ഇടണ്ടേ? അപ്പം ഇത് തന്നെ വെച്ചിട്ട് ലൈനിങ്ങിൽ കട്ട് ചെയ്യണം, എടുക്കണം. കട്ട് ചെയ്തെടുത്തോളൂല്ലേ? കഴുത്ത് ക്യാൻവാസിലല്ലേ? ഡിസൈൻ കഴുത്തല്ലേ? അത് ക്യാൻവാസിൽ വെട്ടണം. പേപ്പർ ക്യാൻവാസിൽ വെട്ടിയതിന് ശേഷം തുണിയിൽ ഒട്ടിച്ചതിന് ശേഷം
ലൈനിങ് എല്ലാം കൂടെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടും വെട്ടിക്കഴിഞ്ഞ് ലൈനിങ് നിങ്ങൾ വെട്ടണം കേട്ടോ. വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കെന്താ തുണി മടക്കി വെക്കുക. ഇനി നമുക്കെന്താ സ്ലീവ് വെട്ടണം. സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവിന് ലൈനിങ് ഇടുന്നുണ്ട് കേട്ടോ, ബോഡിക്ക് മാത്രം ഇട്ട് പോരെ, അങ്ങനല്ലേ പറഞ്ഞേ. അപ്പം നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് അതനുസരിച്ച് തുണിയെ 4ആയിട്ട് മടക്കിയിടുക. 2 കൈക്കും കൂടെ കറക്റ്റ് ഇങ്ങനെ രണ്ട് പീസ് ഞാൻ മടക്കിയില്ലേ, എന്നിട്ട് ഇതിനെ 4ആയിട്ട് മടക്കണം കണ്ടോ, 2 കൈക്കും കൂടെ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇറക്കം എത്ര? 21.5 അല്ലേ? സ്ലീവിൻ്റെ വണ്ണം ഇറക്കം വേണ്ടത് 21.5 ഫുൾ കൈക്ക്. 21.5 നമുക്ക് വേണം. അവിടെ മടക്കി തയ്ക്കാൻ ഒരു 1.5 കൂടെ കൂട്ടണം. അപ്പോൾ 23 1.5 1.5 കൂടെ 23 വരും അല്ലേ? അപ്പോൾ അത്രയും മാർക്ക് ചെയ്യാം. ഈ വണ്ണം കാണുന്നത് തുണിയുടെ കൈയുടെ വണ്ണം. നമുക്ക് എന്തുമാത്രം തുണി എടുക്കണമെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ 7.25 ഷോൾഡർ എടുത്തേക്കുന്നത്. ഷോൾഡറിൻ്റെ കൂടെ ഷോൾഡറിൻ്റെ പകുതി നമുക്ക് 7.25 അത് തന്നെ നമ്മൾ കൈക്കുഴി 7.25 എടുത്ത് അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് കൂടെ കൂട്ടണം. 7.25 2.5 കൂടെ ആകുമ്പോൾ 9.25 എടുക്കണം. കണ്ടോ ഈ വണ്ണം എത്ര? 9.25 കേട്ടോ. ഓക്കെ, നമുക്ക് 9.25 എടുക്കാം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. തുണിയെ 4ആയിട്ട് മടക്കിയിട്ടേക്കുന്നു. എന്നിട്ട് വേണ്ടുന്ന ഇറക്കം എടുത്തിട്ട് അതിൻ്റെ കൂടെ അടി മടക്കി തയ്ക്കാൻ വേണ്ടി 1.5 ഇഞ്ച് കൂട്ടുക. എനിക്ക് 21.5 ഇറക്കം വേണം. 1.5 കൂട്ടിയപ്പോൾ 23. പിന്നെ ഈ കൈവണ്ണം എടുക്കുന്നത് കൈക്കുഴി നമ്മൾ എടുത്ത് എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂടെ കൂട്ടുക. അപ്പോൾ 7.25 എടുത്തത്, 2.5 കൂടെ ആകുമ്പോൾ 9.25. ഇപ്പം 4ൽ ഒരു ഭാഗമാണ് 9.25 വന്നേക്കുന്നത്. എന്നിട്ട് ഈ ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ടേപ്പ് ചെയ്യുക. എന്താ, എന്നിട്ട് അടിയിലെ വണ്ണം ഇവിടെ ഒരു 8 ഇഞ്ച് വരുള്ളൂ. 1 ഇഞ്ച് തേക്കും, ഒരു 5 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേണ്ട ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് ലൈൻ ഇടുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യാം. കണ്ടോ 3.5 ഇഞ്ച് ഞാൻ എടുത്തില്ലേ? നമുക്ക് മാറ്റാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈവണ്ണമല്ലേ, ഇവിടെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്ത്. ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കൈക്കുഴിയുടെ കൈ കുഴിച്ച് വെട്ടിയതും ബോഡിയുടെ കൈ കുഴിച്ച് വെട്ടിയതും കണ്ടില്ലേ, ഇത് രണ്ടും കൂടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉണ്ടോ, ഇത് രണ്ടും കറക്റ്റായിട്ട് വരത്തില്ല. നമ്മൾ ജോയിൻ്റ് ചെയ്ത് തയ്ച്ച് വരുമ്പോൾ ഉണ്ട് ഇവിടെ അന്നേരം ഒട്ടും. ഈ രീതിയിൽ നിങ്ങൾ കൈ കുഴിച്ച് വെട്ടിയാലും കൈക്കുഴി കുഴിച്ച് വെട്ടുമ്പോൾ എല്ലാം കറക്റ്റായിരിക്കും കേട്ടോ. പേപ്പർ ക്യാൻവാസിൽ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം വിത്ത് എടുക്കുക. ആദ്യം വീനക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിത്ത് വേണ്ടത് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ചോക്ക് വെള്ള റോസ് ചോക്ക്